ടി എഡ്യൂക്കേഷനിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തിങ്കളാഴ്ച നടക്കുന്ന ബയോളജി പരീക്ഷയിൽ 10ാം ക്ലാസ്സിലെ ബയോളജി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 മിനിറ്റ് വീഡിയോ ആണ്. ഈ 2 മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും 4 മാർക്ക് തരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. RNA റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് പരീക്ഷയിൽ 2 മാർക്ക് ചോദിക്കാം. വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA? അപ്പോൾ ആദ്യത്തെ കാര്യത്തിൽ നമുക്ക് ഇത് എഴുതാം. അതിന്റെ ഫുൾ ഫോം എഴുതി വയ്ക്കാം. ഒറ്റ പോയിന്റ് ഒരു പോയിന്റ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് DNA, RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡ് ആണ്, 2 സ്ട്രാൻഡ് അതിലുണ്ട്. RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡ് ആണ്. DNAയിൽ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് പ്രസന്റ് ആയിരിക്കുന്നത്, RNAയിൽ റൈബോസ് ഷുഗർ ആണ് ഉള്ളത്. അപ്പോൾ 3 ഡിഫറൻസ് ആയി. ഈ നാലാമത്തെ എന്ന് പറയുന്നത് അതിന്റെ നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് DNA ഉള്ള നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് അഡിനിൻ തൈമിനായിട്ടും സൈറ്റോസിൻ ഗാനിനുമായിട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ RNAയിൽ വരുമ്പോൾ അഡിനിൻ യുറാസിലായിട്ടും അതുപോലെ തന്നെ സൈറ്റോസിൻ ഗാനിനായിട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ നൈട്രജൻ ബേസിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം വളരെ പ്രസക്തമായുള്ള ഒരു ചോദ്യമാണ്. ദ ക്രോമോസോം ഓഫ് ദ ഫാദർ ഡിറ്റർമൈൻസ് ദ സെക്സ് ഓഫ് ദ ചൈൽഡ്, എക്സ്പ്ലെയിൻ. അപ്പോൾ അച്ഛന്റെ ക്രോമോസോമാണ് അല്ലെങ്കിൽ പിതാവിന്റെ ക്രോമോസോമാണ് ഒരു ഫാദർ ഒരു ചൈൽഡിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ചൈൽഡ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ദ വൈ ക്രോമോസോം ഓഫ് ഫാദർ, അപ്പോൾ നമുക്കറിയാം ഫാദറിന്റെ ക്രോമോസോമിന്റെ ഘടന എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് XY ആണ്, മദറിന്റെ XX ആണ്. അപ്പോൾ ഫ്യൂഷൻ നടക്കുമ്പോൾ ഫാദറിൽ നിന്നുള്ള എക്സും മദറിലെ XX മാത്രമേ ഉള്ളൂ. അപ്പോൾ X മാത്രമേ വരുള്ളൂ. അപ്പോൾ XX ആണെങ്കിൽ എന്തായിരിക്കും? കുട്ടി ഫീമെയിൽ ആയിരിക്കും. ഈ ഫ്യൂഷൻ നടക്കുമ്പോൾ ഫാദറിൽ നിന്നുള്ള Yയും അതുപോലെ തന്നെ മദറിൽ നിന്ന് X മാത്രമേ വരുള്ളൂ. XY എന്ന് പറയുന്നത് അല്ലെങ്കിൽ XY എന്നാണ് ഡിനോട്ട് ചെയ്യുക. XY എന്ന് പറയുന്നത് മെയിലായിരിക്കും, കുട്ടി മെയിലായിരിക്കും. അപ്പോൾ ഇത് വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുമൊക്കെ കൂടുതൽ പെൺകുട്ടി ജനിക്കുന്നത് മാതാവിന്റെ പ്രശ്നമാണെന്നുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പരന്നിരുന്ന നാടായിരുന്നു നമ്മുടേത്. പക്ഷേ സയൻസ് പ്രകാരം യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫാദറാണ് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ഫാദറിന്റെ 6 ക്രോമോസോംസ് ആണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ ക്രോമോസോംസ്, നമ്പർ ഓഫ് ഹ്യൂമൻ ക്രോമോസോംസ്, അതായത് മനുഷ്യരിലുള്ള ക്രോമോസോമിന്റെ എണ്ണം എന്ന് പറയുന്നത് 23 പെയറാണ്. അതായത് 46, 23 പെയർ 46 ആണ്. അപ്പൊ എണ്ണം ചോദിച്ചാൽ 46 ചെയ്ത് എത്ര പെയറാണെങ്കിൽ 23 പെയർ. അതിൽ 22 പെയർ ദാറ്റ് ഈസ് 44 എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമോസോംസ് ആണ്. ഒരു പെയർ അതായത് 2 ക്രോമോസോമാണ് സെക്സ് ക്രോമോസോം ഉള്ളത്. അതാണ് XYയും XX, XX ഫീമെയിലും XY മെയിലും. അപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്തായാലും ഈ 2 മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് ഏകദേശം 4 മാർക്ക് നേടിത്തരും. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.